മോഹൻലാൽ ഒരു സാധാരണക്കാരന്റെ വേഷത്തിലെത്തുന്ന തുടരും എന്ന ചിത്രത്തിന്റെ പ്രതീക്ഷകൾ ഇപ്പോൾ വാനോളമാണ്. കാരണം ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി എത്തിയ പാട്ടും അതിലെ മോഹൻലാൽ ശോഭന കോംബോയിലെ ചിത്രങ്ങളുമൊക്കെ അവരെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. കാരണം ഈ കോംബോ ഒരു കലക്കലക്കും ഈ ചിത്രത്തിലെന്ന് അവർ ഉറപ്പിക്കുകയാണ്. ആ നൊസ്റ്റാൾജിക് മൊമെന്റുകളൊക്കെ അവർക്ക് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. പഴയ കാര്യങ്ങളൊക്കെ അവർ ഓർത്തെടുത്തു. അതുപോലെ മികച്ചൊരു ഗാനവും. ഇതൊക്കെ ഉറപ്പിക്കുന്ന രീതിയിലാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും എത്തുന്നത്. മോഹൻലാൽ ശോഭന എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് തുടരും. ചിത്രത്തിന്റെ ഓരോ അപ്ഡേഷനും പ്രേക്ഷക ഭാഗത്തു നിന്നും വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ഇപ്പോഴത്തെ സിനിമ 100% ഹിറ്റാകുമെന്ന് പറയുകയാണ് ഗായകൻ MG ശ്രീകുമാർ. താൻ സിനിമ കണ്ടിട്ടുണ്ടെന്നും മോഹൻലാൽ ആരാധകന് വേണ്ടതെല്ലാം സിനിമയിൽ ഒരുക്കിയിട്ടുണ്ടെന്നും MG ശ്രീകുമാർ പറയുകയാണ്. MGയുടെ തന്നെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെയാണ് ഇക്കാര്യം പങ്കുവച്ചത്. ഞാൻ പാടുമ്പോൾ മോഹൻലാൽ ലിപ്പ് കൊടുക്കുന്ന പാട്ടുകളാണ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത്. തുടരും സിനിമയിലെ കൺമണി പൂവേ എന്ന പാട്ട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ശ്രീകുമാർ സിനിമയിൽ പാടുന്നില്ലേ എന്ന്. പാടുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾ കേൾക്കുന്നില്ലല്ലോ എന്ന് പറയും. ഇപ്പോൾ സിനിമയിൽ പാട്ടൊന്നും മുഖ്യ ഘടകം ഒന്നുമല്ല. തുടരും സിനിമയിലെ ഗാനം ഇപ്പോൾ തന്നെ 7 ലക്ഷത്തിന് മുകളിൽ ആളുകൾ കണ്ടു. ലാലിന് ആ പാട്ട് ഒരുപാട് ഇഷ്ടമായി. പഴയ മോഹൻലാലിനെ കാണാനായി നല്ല സബ്ജക്ട് കിട്ടി. നല്ല സിനിമയാണ്. 100% ഹിറ്റാണ്. പടം ഞാൻ കുറെ കണ്ടു. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് വേണോ അതൊക്കെ ആ സിനിമയിലുണ്ട്. ഈ ഉത്സവ സമയത്ത് ലഭിക്കുന്ന ആവശ്യം കൊള്ളുന്ന ഒരു 3 മണിക്കൂർ ആയിരിക്കും. വേൽമുരുകൻ പോലൊരു ഗാനം ഉണ്ട് ഇതിൽ. പ്രൊമോ സോങ് ആയിരുന്നു. മോഹൻലാൽ അത് കേട്ട് പറഞ്ഞു, ഞാൻ എത്ര ദിവസം വേണമെങ്കിലും അഭിനയിക്കാം എന്ന്. എറണാകുളത്ത് വരുന്ന ദിവസങ്ങളിൽ ആ പാട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ആ പാട്ട് കേട്ട് ലാൽ എന്നെ വിളിച്ചു. ഇനി 1 വർഷത്തേക്ക് പാടിയില്ലെങ്കിലും കുഴപ്പം ഇല്ലല്ലോ എന്ന് പറഞ്ഞു. സന്തോഷമുണ്ട് MG ശ്രീകുമാർ പറഞ്ഞതിങ്ങനെ. അങ്ങനെ തുടരുമെന്ന സിനിമയെക്കുറിച്ച് MG ശ്രീകുമാറിന്റെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ്. മോഹൻലാൽ ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ചിത്രത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി എത്തിയപ്പോൾ പ്രേക്ഷകർ കേൾക്കാനിരുന്ന വാക്കുകൾ എന്ന് തന്നെയാണ് അവർ പറയുന്നത്. തുടരും എന്ന സിനിമയ്ക്ക് അത് പോസിറ്റീവായി മാറട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ചിത്രത്തിൻ്റെതായി ഇറങ്ങിയ ഓരോ പ്രൊമോഷൻ പരിപാടികളും ഈ ചിത്രത്തിന് മികച്ച രീതിയിലുള്ള അഭിപ്രായങ്ങൾ നേടിക്കൊടുക്കുന്നു എന്നതും മറ്റൊരു വശമാണ്. അതേസമയം തുടരും റിലീസ് ഒരുങ്ങുകയാണ്. ഒരു ഫാമിലി ഡ്രാമ സ്വഭാവത്തിൽ ഒരുങ്ങുന്ന തുടരും സിനിമയിൽ ഒരു സാധാരണ ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നത്. മോഹൻലാലും ശോഭനയും 20 വർഷങ്ങൾക്ക് ശേഷം ഒരു ചിത്രത്തിൽ ഒന്നിക്കുന്നത്. 2004 ജോഷി സംവിധാനം ചെയ്ത മാമ്പഴക്കാലത്തിലാണ് ഇരുവരും അവസാനമായി ജോഡികളായത്. തുടരുമെന്ന ചിത്രം മെയ് റിലീസായി എത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ചില സൂചനകൾ. സെലിബ്രിറ്റികളുടെ മുന്നിലേക്ക് ഒരു മൊബൈലും പിടിച്ച് ക്യാമറയും ഓൺ ചെയ്ത് അങ്ങ് നടക്കുന്നതാണല്ലോ ഇപ്പോഴത്തെ മോളിവുഡിലെ പാപ്പരാസി സിസ്റ്റം. ഇതിനൊക്കെ സഹിയിട്ടാണ് ഓരോ താരങ്ങളും അഭിമുഖീകരിക്കുന്നത്. അങ്ങനെ ഉണ്ണിമുകുന്ദന് നേരെ വന്നപ്പോൾ ഉണ്ടായ സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ്. ഉണ്ണിമുകുന്ദൻ അയാളുടെ നിന്നും ഫോൺ മേടിച്ച് പോക്കറ്റിലിട്ട് ദേഷ്യപ്പെടുന്നത് കാണാവുന്നതാണ്. പിന്നീട് ആ ഫോൺ അയാൾക്ക് തന്നെ കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഉണ്ണിമുകുന്ദന്റെ വാണിംഗ് ആണ് ഒരു നിമിഷത്തേക്ക് മാർക്കുമായി മാറി എന്നൊക്കെയാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. ഉണ്ണിമുകുന്ദനായതുകൊണ്ട് ഇത്ര മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഷൈൻ ടോം ചാക്കോ അങ്ങനെ ആയിരുന്നെങ്കിൽ പിന്നെ മൊബൈലിന്റെ കാര്യം പോക്കായിരുന്നു എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. ഇതുകൂടാതെ ഷേഖാനിന് കൈ നീട്ടുമ്പോൾ കൈ തരാതിരിക്കുന്ന ചമ്മുന്ന സംഭവം ഇപ്പോൾ ഉണ്ണിമുകുന്ദനും ആവർത്തിച്ചു എന്നാണ് മറ്റൊരു കോമഡിയായി മാറിയത്. നടൻ ബേസിൽ ജോസഫിന്റെ ഒരു വീഡിയോ അങ്ങനെ ചർച്ചയായിരുന്നു. പിന്നെ അങ്ങനെ അബദ്ധം പറ്റുന്നവരെയെല്ലാം ബേസിൽ യൂണിവേഴ്സിൽ കയറി എന്ന വിശേഷിപ്പിക്കാറുള്ളത് ഇപ്പോഴത്തെ ഉണ്ണിമുകുന്ദനും പെട്ടിരിക്കുകയാണ്. ഒരു കുട്ടിക്ക് കൈ നീട്ടിയപ്പോൾ താരത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ. ഷേഖാന്റെ നൽകുന്നില്ല കുട്ടി. ഉണ്ണിമുകുന്ദനും പെട്ടു എന്ന തരത്തിൽ വീഡിയോയും തമാശ ക്യാപ്ഷനോടെ പ്രചരിക്കുന്നുണ്ട്. ഗെറ്റ് സെറ്റ് ബേബിയുടെ പ്രചരണാർത്ഥം തിയേറ്റർ വിസിറ്റിന് എത്തിയപ്പോഴാണ് ഉണ്ണിമുകുന്ദന്റെ ഈ വീഡിയോകളൊക്കെ വൈറലായി മാറിയത്.